നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് കഴിഞ്ഞപ്പോ സാന്ത്വനമായി ഒപ്പം നിന്നു. ആ മെഡിസിനാണ് ഗൗതമിനെ ഇത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ മെഡിസിൻ ഞങ്ങളുടെ വീട്ടിലാവുമ്പോ കൂടുതൽ സ്ട്രോങ് ആവും അല്ല നിധി? ശരി, എങ്കിൽ ഗൗതമിനെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. അതിനു മുമ്പ് വീട്ടിൽ ചെന്ന് ചെയ്യേണ്ടതെല്ലാം മിസ്സസിനെ പഠിപ്പിക്കാം. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണം ഡോക്ടർ. ഒരുപാട് ജോലികൾ പെൻഡിങ്ങാ, ഒക്കെ വീണ്ടും തുടങ്ങണം. ആഹാ, ജോലി ചെയ്യാനാണോ വീട്ടിൽ പോണോന്ന് നിർബന്ധം പിടിക്കുന്നത്? എങ്കിൽ ഡിസ്ചാർജ് ചെയ്യണ്ട ഡോക്ടർ. 1 മാസത്തേക്ക് ഇവിടെ പിടിച്ച് കിടത്തിക്കോളൂ. അയ്യോ, അത് വേണ്ട. ഫുൾ റെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പ് തന്നാലേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. ഞാൻ റെസ്റ്റ് എടുത്തോളാം ഡോക്ടർ. റെസ്റ്റ് എടുപ്പിക്കാൻ പറ്റുമെന്ന് മിസ്സസിന് ഉറപ്പുണ്ടോ? ഞാൻ റെസ്റ്റ് എടുപ്പിച്ചോളാം ഡോക്ടർ. അവൾ ഏറ്റതാ. പൂർണ്ണ ആരോഗ്യവാനായി എന്നെ വരച്ച വരയിൽ നിർത്തുന്നവളാ. അപ്പൊ പിന്നെ ഈ അവസ്ഥയിലുള്ള എന്നെ പുഷ്പം പോലെ അവള് മര്യാദ പഠിപ്പിക്കും. ശരി, നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ ഡോക്ടർ. ഓക്കെ. ഇന്നൊരു പകലും രാത്രിയും കൂടെ തള്ളി നീക്കണം, എന്നാലേ വീട്ടിലെത്താൻ പറ്റൂ. തനിക്കെന്താ ഒരു ടെൻഷൻ? നമ്മുടെ വീട്ടിലേക്ക് പോകാൻ തനിക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട് സർ. ഇനി ഈ ജന്മം മുഴുവൻ നമ്മൾ താമസിക്കേണ്ടത് അവിടെയല്ലേ? എന്നാലും നാളെ മുതൽ വീണ്ടും ഒരു കുരുക്ഷേത്ര ഭൂമിയിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു ടെൻഷൻ. കുരുക്ഷേത്രം? അതെ, സ്വന്തക്കാരും ബന്ധുക്കാരുമായി ഏറെ വേണ്ടപ്പെട്ടവർ തന്നെ ഏറ്റുമുട്ടുന്ന ഏത് കുടുംബവും കുരുക്ഷേത്രമാണ് സർ. ഞാൻ ഇനി പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയാതെ വയ്യ. ഈശ്വരമംഗലത്തെക്കാൾ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടിയത് ഈ റൂമിലാ. ഈ ഗൗതം സാർ എനിക്ക് തന്ന സ്നേഹവും കെയറും നമ്മുടെ വീട്ടിൽ ഒരിക്കൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം ശരിയാവും. താനിപ്പുറത്തേക്ക് വാ. എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. ഇതിന് പകരം ഞാൻ എന്റെ ജീവൻ തിരിച്ചു തരും. നമ്മളിൽ ഒരാൾ മറ്റേ ആൾക്ക് ജീവൻ കൊടുക്കണ്ട സർ. ഇത് നമ്മുടെ ജീവിതമാ. വി ആർ സോൾമേറ്റ്സ്. നമുക്കിടയിലെ പരസ്പര സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചത് ഈ നാളുകളിലൂടെയാ. അങ്ങനെ നോക്കുമ്പോൾ നടന്ന ആക്സിഡന്റിനും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വേദന ഉണ്ടെന്ന് പറഞ്ഞ പെയിൻ കില്ലർ നീ തന്നെ തരുമോ, അതോ ഇനി ഐസിയുലെ നീനും സിസ്റ്റർ വിളിക്കണം? കൂടുതൽ വിളച്ചിലർക്കണ്ട. ഐസിയുലെന്നല്ല, ഈ ഹോസ്പിറ്റലിൽ പോലും നീന എന്നൊരു നേഴ്സില്ല. ഓ, അപ്പൊ അതൊക്കെ അന്വേഷിച്ചു. ഇത്തിരി പേടിയുണ്ടായിരുന്നല്ലേ? അങ്ങനെ അന്വേഷിച്ചതൊന്നുമല്ല, അല്ലാതെ അറിഞ്ഞതാ. ചുമ്മാ ചമ്മണ്ട, വേഗം പെയിൻ കില്ലർ തന്നു തുടങ്ങിക്കോ. കള്ളം.